ഞാനൊരു യാത്രയ്ക്ക് പോകാൻ മീനാക്ഷി. പ്രായമൊക്കെ കുറേ ആയില്ലേ, ഇനി കുറച്ച് വിശ്രമമൊക്കെ വേണ്ട. നമ്മൾ പിള്ളേരെ ശല്യപ്പെടുത്താതെ ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നത് നല്ലതല്ലേ. എന്നാ മീനാക്ഷി പൊയ്ക്കോ, നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞാനങ്ങോട്ടൊന്ന് പോവാം. വേണോ കയറുവാ, ഇരിക്കും. വേണോ, എന്താ കാര്യം? കുറച്ച് ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കണം. എന്താണ്? നമ്മുടെ ലക്ഷ്മി ചേച്ചി വീടുവിട്ട് ഇറങ്ങി പോയിട്ട് കുറച്ച് നാളായി. ഇപ്പൊ എവിടെയാണെന്നൊരു വിവരവും. അവരുടെ മകൻ അവരെ അന്വേഷിച്ചില്ലേ? അവരുടെ അന്വേഷണം കൂടുതലായത് കൊണ്ടാണ് അവർ വീട് വിട്ട് തന്നെ ഇറങ്ങിപ്പോയത്. ഞാൻ എന്നിട്ട് എത്ര തവണ പറഞ്ഞു അമ്മയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട്. അവൻ മൈൻഡ് പോലും ചെയ്യുന്നല്ലോ പറയും. ഓ, അങ്ങനെയാണോ? മകനും മരുമകളും കൂടി എപ്പോഴും അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കി കൊണ്ടുവരുന്നത് സഹി കെട്ടാണ് അവര് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അവര് രണ്ടും ശരിയല്ല മെമ്പറെ. ഞാൻ അവരെ കാണുമ്പോ പറയാം, മാന്യമായിട്ട് അമ്മയെ വിളിച്ചോണ്ടൊന്ന് വീട്ടിൽ കൊണ്ടുവരാൻ പറയാം. അതൊന്നും ഏൽക്കില്ല മെമ്പറെ. നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക തന്നെ ചെയ്യാം. അതേ നേരുള്ളൂ. പരാതി നിങ്ങൾ കൊടുത്താൽ ശരിയാവോ? അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അവനല്ലേ പരാതി കൊടുക്കേണ്ടത്? മെമ്പറെ, നമുക്ക് എങ്ങനെയെങ്കിലും ചേച്ചിയെ കണ്ടുപിടിച്ചാൽ മതിയാവും. ശരി, ഞാനൊരു പരാതി കൊടുക്കാം. എന്റെ വാർഡിലൊരു സ്ത്രീയല്ലേ കാണാതായിട്ടുള്ളത്. ജനപ്രതിനിധികൾ പരാതി കൊടുക്കുമ്പോ എന്തുകൊണ്ട് അവർ അന്വേഷിക്കാതിരിക്കില്ല? ആ ചേച്ചിയെ കണ്ടെത്തിയാൽ മകന് വേണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. അതെ മെമ്പറെ. നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഉണ്ട്. നിങ്ങളൊരു 12 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കോളാം. എന്നാ ശരി മെമ്പറെ, നാളെ 12 മണിക്ക് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ പോകണം. മെമ്പറോടുണ്ടാവുമല്ലോ. ശരി. നമസ്കാരം സാർ. സാർ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്റെ വാർഡിൽ ഒരു സ്ത്രീയെ കുറച്ച് നാളായിട്ട് കാണാനില്ല. ലക്ഷ്മി എന്നാണ് അവരുടെ പേര്. ഇത് അവരുടെ അയൽവാസികളാണ്. ഇവര് പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. നാളായിട്ട് കാണുന്നില്ല. 1 മാസത്തോളമായി സാർ. ഒരു ദിവസം കാലത്ത് അമ്പലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയതാ. പിന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ. വീട്ടിലെ മോനും മരുകളായിട്ട് അല്ലാത്ത ചില വിഷയങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. മെമ്പറെ, അയൽവാസി എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കേസ് തരാൻ നിർവാഹമില്ല. വാർഡ് മെമ്പർ എന്നുള്ളതിലേക്ക് താങ്കൾക്ക് ഒരു പരാതി തരാം. മെമ്പർ ഒരു പരാതി തരാം. ശരി സാർ. മെമ്പറെ, സാക്ഷരമായിട്ട് ഇവരെന്തോ പേരും കൊടുത്തോളൂ. ശരി സാർ. ഈ പരാതി ഇങ്ങനെ മതിയെന്ന് നോക്കി. ശരി മെമ്പറെ, സാധാരണ പറഞ്ഞു. താങ്ക്സ് സാർ. സാർ, പരാതി. എന്റെ വാർഡിൽ കുറച്ച് നന്നായിട്ട് ആളെ കാണാനില്ല. കാണാതെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ പരാതിപ്പെടുന്നത്? സാർ, അത് ഇവിടെ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞിട്ടാണ് പോയത്. സാധാരണ ഇങ്ങനെ പോകാറുണ്ട്, പക്ഷെ പോയാൽ ഇത്രയധികം താമസിക്കാറില്ല. പിന്നെ ഈ അയൽവാസികളാണെങ്കിൽ അവരിങ്ങനെ പറഞ്ഞാണ് ഞാനിപ്പോ കംപ്ലൈന്റ് തന്നത്. എന്തായാലും വയ്യേ സാധാരണ സംഭവിക്കാറില്ല. 2 ആഴ്ച കൂടുതൽ എങ്ങനെയും അമ്പലത്തിൽ പോയി തിരിച്ചു വരാറുണ്ട്. പക്ഷെ 2 ആഴ്ച കഴിച്ചിട്ട് കാണാതായപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും. സർ,
ഇതൊരു മാൻ മീറ്റിംഗ് ആണ്, കുറച്ച് ദിവസമായതാ. ഇപ്പൊ തന്നെ ഒന്ന് നോക്കിക്കോ. നിങ്ങളെ വീട്ടിൽ പോയിക്കോ, അന്വേഷിച്ചിട്ട് അറിയിക്കാം കേട്ടോ. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? ആരാ? എനിക്ക് അല്പം വെള്ളം തരുമോ? അല്ലാത്തതാ. കൊണ്ടുവരാം അമ്മേ. വാ അമ്മേ, ഒരു ഓട്ടോ കയറ്റി വിടാം. അമ്മൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്നാ വാ അമ്മേ. എന്തളിയാ, എവിടെ പോവാ നീ? അല്ലേ, ഞാൻ അപ്പുറത്ത് സുരേഷിന്റെ വീട്ടിൽ ഇറങ്ങുന്നല്ലേ. സുരേഷിന്റെ വീട്ടിലൊന്നും പോവല്ല, നിങ്ങൾ എവിടെ കറങ്ങാൻ പോവാ? അല്ലല്ലയാ, അവനെ ഒന്ന് കാണണം, ഒരു ഇച്ചിരി സംസാരിക്കാനുണ്ട്. പിന്നെ നിന്റെ അമ്മ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, ബാഗൊക്കെ തൂക്കി പിടിച്ച്. എവിടെ പോവാൻ നിന്നെ? അവരേതാണ്ട് അമ്പലങ്ങളിൽ എങ്ങോട്ട് പോകാൻ വേണ്ടി. അമ്പലങ്ങൾ? എന്നാ പിന്നെ എന്നെ വൈകിട്ട് വിളിക്കാം. ശരിയല്ലേ? ഓക്കെ ഓക്കെ. എന്നാലും ഇവൻ ആ വയസ്സായ അമ്മയെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പറഞ്ഞു വിട്ടല്ലോ. അമ്പലത്തിൽ തന്നെ ആണോ ഇനി അവർ പോയത്? എന്തെങ്കിലും ആവട്ടെ. ഹലോ ഹലോ, എടാ മനു, നീ എവിടെ ഉണ്ടോ? ഞാൻ വീട്ടിലാടാ. നിന്റെ ഭാര്യ ഗൾഫിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കറങ്ങിയെടുക്കുന്നു. ഞാൻ അവളെ ഇന്ന് ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് വന്നേ ഉള്ളല്ലോ. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ അതിനെ കഴിച്ചു തരാം. അതായത് ഇത് കണ്ടിട്ട് നീ പറ. പിന്നെ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? നീ വേറെ എവിടെയെങ്കിലും പോയിരുന്നുണ്ടോ? ഇല്ല.
പേടിക്കാനൊന്നുമില്ല. ഞാൻ പോവാ. ചായ കിട്ടില്ലയോ? വേണം കിട്ടു കുടിക്കും. എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. സാറേ, നമ്മളെ മിക്സിംഗ് കേസിലുള്ള അമ്മയാണെന്ന് തോന്നുന്നില്ല അവിടെ ഇരിക്കുന്നത്. ഒരു പരാതി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ലക്ഷ്മി. ആ അമ്മയാണ് പിന്നെ കടത്തുന്ന ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. നോക്കാം. ആ അമ്മയാണോ തിരക്കിട്ടോ? എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളത്. അമ്മ മടവൂരല്ലേ താമസം? അതെ ലക്ഷ്മി എന്നല്ലേ അമ്മയുടെ പേര്? അതെ. അമ്മ പോകുന്ന അമ്പലത്തിന്റെ അതിലാണ് നമ്മൾ പോകണം. നമ്മള് അമ്പലത്തിലൂടെ ഇറങ്ങി തരാം. അമ്മ വാ അമ്മ, ആ വണ്ടിയിലോട്ട് പോവാ. ഞാനും ഞാൻ വണ്ടി കയറണ്ടേ? സാറ് അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മ പോണ വഴിയിലോട്ടാണ്. അമ്പലത്തിൽ പോകാനൊക്കെ ഇരിക്കുക. തൊട്ടപ്പുറം ഒരു അമ്പലം ഉണ്ട്, അവിടെ പോകാൻ ഇരിക്കുവാണ്. ഞാനൊരു ഇച്ചിരി ക്ഷീണം കൊണ്ട് ഇവിടെ ഇരുന്ന് പോകും പോകും. പിന്നെന്തിനാ ഞാൻ ആ വണ്ടി തന്നെ. നമ്മൾ ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ പോകുന്നു. അമ്മ എവിടെ? അമ്മയുടെ മോളെ പോലെ കെട്ടുക. അത് വേണോ? കൊണ്ടാക്കാം. കുടിക്കാൻ വെള്ളം കൊണ്ട് തരട്ടെ? വേണ്ട മോളെ. അമ്മേ വാ സാറ്. അമ്മ ഇരിക്കമ്മേ. അമ്മയെ മകനും മരുമകളും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? അയ്യോ അല്ല സാറേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു തീർത്ഥാടനം പോലെ കുറച്ച് അമ്പലങ്ങൾ സന്ദർശിച്ച് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അമ്മ വെറുതെ കള്ളം പറയണ്ട. അമ്മയുടെ അയൽവാസിയുടെ പക്കൽ നിന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടി. അമ്മയെ അന്വേഷിക്കാൻ ഇരിക്കുമ്പോഴാണ് വഴിയിൽ നിന്ന് കണ്ടു കിട്ടിയത്. മോന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അയാളെ ഉടനെ കസ്റ്റഡിയിലെടുക്കും. അയ്യോ അതൊന്നും വേണ്ട സാറേ. അവനൊരു പാവമാ, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുറച്ച് സ്വഭാവ മാറ്റം വന്നതേ ഉള്ളൂ. അവൻ്റെ പേരിൽ കേസെടുക്കരുത് സാർ. എനിക്കൊരു പരാതിയില്ല. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം സാർ. ഈ അമ്മയാണല്ലോ ഒരു പെണ്ണിന് വേണ്ടി ആ പരമനാറി അടിച്ചിറക്കിയത്. സാറേ, കുറച്ച് അമ്പലങ്ങൾ കൂടി എനിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പൊക്കോളാം സാറേ. ശരി അമ്മ, ഇതിൽ നോക്കട്ടെ. അമ്മയ്ക്കിപ്പോ ആദ്യം ഇവിടെ ഏതമ്പലത്തിലാണ് പോകേണ്ടത്? തൽക്കാലം ഇവിടെ അടുത്തൊരു ദേവക്ഷേത്രത്തിലാണ് പോകേണ്ടത്.
അവിടെ കുറച്ച് സമയം ഭജന ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം അടുത്ത് എവിടേക്കാണെന്ന്. അമ്മയുടെ കയ്യിൽ കാശുണ്ടോ യാത്രാ ചെലവിന്? ഉണ്ട് സാറേ, അത്യാവശ്യത്തിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. അത് മതി സാറേ. അവനെ ഒന്നും ചെയ്യരുതേ സാറേ. അമ്മ ഇന്ന് ഓട്ടം കയറ്റി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാറേ. എന്റെ തുണികൾ അവിടെ കിടപ്പുണ്ട്, അതൊന്ന് അലക്കിട്ടേക്കണേ. പിന്നെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിച്ചോണം. എന്താണ് കേസ്? കഞ്ചാവ് ഉള്ളതുകൊണ്ടാണ് സാറേ കവലെ കിടന്നതാണ്. ഞാനവിടെ കിടന്നേ സാറേ. അപ്പോൾ എന്തോന്ന് അറിയത്തില്ല, അവരെന്നെ പിടിച്ചോണ്ട് വന്നതാണ്. ഞാൻ കഞ്ചാവൊന്നും അടിച്ചിട്ടില്ല, വെള്ളം അടിച്ചിട്ടുമില്ല. നിന്നെ കണ്ട അറിയല്ലടാ നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാനൊന്നും ഉപയോഗിക്കില്ല. നീ കള്ളം പറയരുത്. ഇല്ല. അങ്ങോട്ട് മാറില്ലടാ. എന്താ പേര്? മനു. മനു. നീ ഇന്നലെ കവലയിലെ കഞ്ചാവ് അടിച്ചു നടക്കണം. സാറേ, കഞ്ചാവൊന്നും അടിച്ചിട്ടില്ല. പിന്നെ അടിച്ചു? ഞാൻ എൻ്റെ അമ്മയെ തിരക്കി ഇറങ്ങിയതാ. അമ്മയോട് പോയി? അമ്മ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയെ തിരക്കി നടന്ന് ക്ഷീണിച്ചപ്പോ കെട്ടിന്റെ മേളിൽ ഇങ്ങനെ കിടന്നതാ. അമ്മയുടെ പേരെന്തോ? ലക്ഷ്മി. എവിടെ താമസം? മടവൂര്. മടവൂര് ലക്ഷ്മി. ഒരു കണ്ണാടി വെച്ച പൊക്കം കുറച്ച് സ്ത്രീയാണ്. കണ്ണാടി വെച്ച് നേരെ കൊടുത്തേ. കയ്യിലൊരു ബാഗുണ്ട്. ഈ അമ്മയാണ് സാറേ ഇവിടെ ഒന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോയത്. ഈ അമ്മയിൽ നിന്ന് കുറച്ച് നേരത്തെ ഞാൻ കവല വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയാൽ അമ്മ അവിടെ ഉണ്ടാ നോക്ക്. ഉണ്ടെങ്കിൽ നീ കൂട്ടിക്കൊണ്ടോ? ഓക്കെ സാർ. അപ്പൊ നീയാണ് അമ്മയെ തെരുവിൽ ഇറക്കി വിട്ടത്? അമ്മ ഇറക്കി വിട്ടല്ലോ സാറേ, അമ്മ പിണങ്ങി പോയതാണ്. നീ ഇറക്കി വിട്ടതാണോ അത് അമ്മ ഇറങ്ങിപ്പോയതാണോ എന്ന് അമ്മ വരട്ടെ, നിലമ്പ് തീരുമാനിക്കുക. നിന്നോട് നീയില്ല. അമ്മതായിരിക്കും. അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇത് അമ്മയുടെ മകനാണോ? ഒന്ന് സൂക്ഷിച്ച് നോക്കി. അതെ, ഇത് എന്റെ മകനാണല്ലോ.
അമ്മയുടെ മകനിപ്പോൾ സ്റ്റേഷനിലാണുള്ളത്. അയ്യോ, അവൻ എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല. അമ്മ ഒന്ന് സ്റ്റേഷൻ വരെ വന്നാൽ മതി. ഓട്ടോ. ഇതാണോ നിന്റെ അമ്മ? ഇതാണ് സാറേ എൻ്റെ അമ്മ. ഇതെന്ത് പറ്റിയത്? ഇതെന്ത് കോല പണി? തെറ്റുപറ്റി പോയമ്മ. എനിക്ക് എൻ്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ അവളുടെ വരയിലായിപ്പോയി. എനിക്ക് ആരുമില്ല. മോൻ വിഷമിക്കണ്ട. മോനെ അമ്മയില്ലേ? എടാ, പെറ്റമ്മയും മറന്നുകൊണ്ട് ജീവിച്ച നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം മറന്നു നിന്ന് മോങ്ങുന്നു നാളെ കേട്ടത്. അവനെ ഒന്നും പറയണ്ട സാറേ. ഒരു കൊച്ചു കുട്ടിയുടെ അറിവില്ലായ്മയായി കണ്ടാൽ മതി. അവനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വഴക്കല്ലമ്മേ, ഇവനെയൊക്കെ പിടിച്ച് സെല്ലിട്ട് ഇഞ്ച പരുവാക്കണം. വേദന നിന്ന് പഠിക്കണം. പോട്ടെ സാറേ, എനിക്കവനെ തിരിച്ചു കിട്ടിയല്ലോ. ഈ അവസാന നിമിഷത്തിലെങ്കിലും അവൻ എന്നെ മനസ്സിലാക്കിയത്. എനിക്കത് മതി. ഏതായാലും ഇത്ര ആയില്ലേ, സാമ്പിനെ കണ്ടിട്ട് പോ. സാറേ, നമ്മളെ പഞ്ചായത്ത് മെമ്പർ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ അമ്മയും മോനും വന്നിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറിന് അന്ന് നേരെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് സാറിന് സംസാരിക്കുന്നു. വന്നിട്ടുണ്ട്. മരുമോള് വന്നിട്ടില്ല. അമ്മയും മോനുമാണ്. അവരെ വരാൻ ശരി സാർ. അമ്മയും മരുമോളും നിങ്ങളുടെ വിഷയമാണ്. അമ്മയെ കൊണ്ടുപോയി ഇരിക്കുകയാണ്. കണ്ടോടാ, ഇതാണ് അമ്മ. അമ്മ മനസ്സ് എപ്പോഴും മക്കളോട് ക്ഷമിക്കും. അമ്മയുടെ മനസ്സിൽ മക്കളോട് സ്നേഹം മാത്രമേ ഉണ്ടാവൂ. അത് മനസ്സിലാക്കാത്തതാണ് മക്കളുടെ കഷ്ടം. കുട്ടിക്കൊണ്ട് വയ്ക്കോ, കൊണ്ടുപോയി പൂജിക്കും. കൊണ്ടുപോകുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം പോകേണ്ടത്. അമ്മയെ ഇനി വേദനിപ്പിക്കില്ലെന്നും നന്നായി നോക്കിക്കൊള്ളാമെന്നും എവൻ്റെ എഴുതി ഒപ്പിട്ട് മേടിച്ചോളണം. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാൽ നട്ടല് എവിടെയാൻ വെള്ളമാകും. അറിയാമല്ലോ എന്നാ നിനക്ക്? ആ, ഞാൻ എഴുതി വെച്ചിട്ട് വിട്ടേ.